ഞാനിങ്ങനെ കൊച്ചിലെ പോലെ ഭയങ്കര ക്യൂരിയസ് ആണ് ടേപ്പ് റെക്കോർഡേഴ്സിൻ്റെ കാര്യത്തിലും. വലിച്ചു കാസറ്റ് മുഴുവൻ താഴെ ഇടുക, ഇഷ്ടമുള്ള ഒരെണ്ണം റിപ്പീറ്റഡായിട്ട് 1000 പ്രാവശ്യം കേൾക്കുക, ഇങ്ങനെയുള്ള ഹാബിറ്റ് കൊച്ചിലെ മുതൽ നമ്മൾ കാണിക്കുമല്ലോ. അതിൻ്റെ ഒരു എക്സ്ട്രാ എന്തെങ്കിലും മറ്റേ എഫേർട്ട് ഇതിന് വേണ്ടിയിട്ട് എടുത്തായിരുന്നോ? ഏത് ജോണർ എടുത്താലും, നമ്മൾ കർണാട്ടിക് എടുത്തോ, ഹിന്ദുസ്ഥാനി എടുത്തോ, വെസ്റ്റേൺ ക്ലാസിക്കൽ എടുത്തോ, അതൊക്കെ ഒരു ലൈഫ് ടൈം ലേണിംഗ് ആണ് ആക്ച്വലി. അത്രയും ഉണ്ട്. നമ്മൾ ഓഡിയൻസ് ആണ് നമ്മുടെ എല്ലാം. ഓഡിയൻസ് അത് റിലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദർ ഇസ് സംതിങ് റോങ് വിത്ത് യു. അപ്പോൾ അല്ലാതെ ഓഡിയൻസിൻ്റെ കുഴപ്പമാണ്, ഓഡിയൻസ് അത് ഇത് ചെയ്യുന്നില്ല, അത് അവരുടെ ഇത് പോരാ, ടേസ്റ്റ്, അങ്ങനെയൊക്കെ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. 10 സോങ്, 10 ഇമോഷൻസ്, 10 ചാപ്റ്റർ. 10 ചാപ്റ്റേഴ്സ് ഓഫ് മൈ ലൈഫ്. ഒരു പാട്ട് നമ്മൾ കേൾക്കുമ്പോൾ ജനറലി നമുക്കൊരു ഒരു ഒരു ഫീല് കിട്ടാറുണ്ട്. ചില സമയത്ത് നമ്മൾ പറയും അസാധ്യ ഫീല്, നല്ല ഫീല് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ഫീല് ജനറേറ്റ് ചെയ്യാൻ ഒരു കമ്പോസർ ചിലപ്പോൾ ഒരു 3 മന്ത്സിൻ്റെ ജേണി ആവാം, ചിലപ്പോൾ ഇറ്റ് ടേക്സ് ഇയേഴ്സ്. ആ ഒരു ഫീല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അവരെടുക്കുന്ന ആ ഒരു എഫേർട്ട് ചിലപ്പോൾ അത്രയും നാളെടുത്തു എന്ന് വരും. അപ്പോൾ ഇന്ന് ആ ജേണിയാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ്, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഐ വുഡ് സേ ഹീ ഈസ് എ സ്റ്റോറി ടെല്ലർ റാദർ ദാൻ എ മ്യൂസീഷ്യൻ. അപ്പോൾ ഒരു സ്റ്റോറി ടെല്ലർ, നല്ലൊരു കമ്പോസർ. പ്ലീസ് ജോയിൻ മീ ഇൻ വെൽക്കമിങ് ജോബ് കുര്യൻ. നമസ്കാരം. താങ്ക് യു സോ മച്ച്. നമ്മുടെ താങ്ക് യു ഫോർ ഇൻവൈറ്റ്. ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്ത് വന്നതിന് താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മൈ പ്ലഷർ. താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ ഈ ഒരു ഡിസ്കഷന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ഞാൻ കൂടുതലും ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഈ പർട്ടിക്കുലർ ഞാനിപ്പോൾ പറഞ്ഞ ആ ഒരു ജേണി പ്രോസസ്സാണ് ഞാൻ കൂടുതലും അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഹൗ ഡു യു കൺസീവ് ഈ കാര്യങ്ങളൊക്കെയാണ് ഞാൻ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ടൈം ആദ്യമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വെബ്സൈറ്റും കൂടെ ഒന്ന് റെഫർ ചെയ്തോളൂ, സോ ദാറ്റ് കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ടുള്ള ഡീറ്റെയിലിംഗ് കിട്ടുമല്ലോ. അപ്പോൾ അതും കൂടെ മിസ് ഔട്ട് ചെയ്യണ്ട. അതും കൂടെ ആ വെബ്സൈറ്റ് ഞാൻ റെഫർ ചെയ്ത് കഴിഞ്ഞപ്പോൾ there were so many beautiful ലൈൻസ് ഉണ്ടായിരുന്നു അതിനകത്ത്. അപ്പോൾ ഞാൻ ആ ഒരു ലൈൻസ് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊന്ന് റീവിസിറ്റ് ചെയ്തു ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്നെ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത് എവ്രി നോട്ട് ബിഗിൻസ് വിത്ത് എ പീസ് ഓഫ് മൈ ഓൺ സ്റ്റോറി. അപ്പം ആ ഒരു ടാഗ് ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് റീവിസിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഐ വാസ് ലൈക്ക്, നമ്മൾ ഇത്രയും നാളും അപ്പോൾ കേട്ടിരുന്നത് ജോബിൻ്റെ പാട്ടുകൾ മാത്രമല്ല, ഇറ്റ് വാസ് ഹിസ് ലൈഫ് എന്നുള്ള ഒരു ഇമോഷൻ എന്നുള്ളൊരിത് വന്നായിരുന്നു. അപ്പം ആ ഒരു ജേണി അതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്, അതായത് എപ്പോൾ തുടങ്ങി, അതായിരുന്നു ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ഞാൻ ചോദിക്കാൻ. മ്യൂസിക് എപ്പോൾ തുടങ്ങി, ഗുരുക്കന്മാർ എത്ര പേരുണ്ടായിരുന്നു, എത്ര പേരുടെ അണ്ടറിൽ ട്രെയിൻ ചെയ്തു, എങ്ങനെയായിരുന്നു ആ സ്റ്റാർട്ട് എന്നൊന്ന് പറയാൻ പറ്റുമോ? ഇപ്പം താങ്കൾ പറഞ്ഞ വിഷയം ആസ് എ ക്രിയേറ്റർ അത് പറയാൻ കുറേ ഉണ്ട്. എന്തായാലും നല്ലൊരു വിഷയമാണ് ആസ് എൻ ആർട്ടിസ്റ്റ് ടു കോൺവേഴ്സ്. പിന്നെ ഈ പറഞ്ഞ തുടക്കം ഉറപ്പായിട്ടും ഫ്രം ചൈൽഡ്ഹുഡ്, അത് നമ്മുടെ വീട്ടിലുള്ള അവരുടെ പാരൻസിൻ്റെയൊക്കെ ഒരു കാഴ്ചപ്പാട്. ഫാദർ ഭയങ്കര ഇൻക്ലൈൻ ടുവേർഡ്സ് മ്യൂസിക്കാണ്, പുള്ളിക്ക് ഭയങ്കര താല്പര്യമാണ്. കുടുംബത്തിൽ ബാക്കി എല്ലാവർക്കും മ്യൂസിക് ഉണ്ട്, പക്ഷെ അവരാരും ഫോർമലായിട്ട് പഠിച്ചിട്ടില്ല. കുട്ടനാട്ടുകാരാണ്. അപ്പോൾ നമ്മൾ ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിൽ ആയ ഫാമിലിയാണ്. അപ്പോൾ അവർ അന്ന് തീരുമാനിച്ചാണ് അടുത്ത തലമുറ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലും മൂളാനൊക്കെ ഒരു കഴിവുണ്ടെങ്കിൽ പഠിപ്പിക്കണം, ട്രെയിനിങ് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളൊരു തിരിച്ചറിവ് അവർക്കുണ്ടായി. അവർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാനിങ്ങനെ കൊച്ചിലെ പോലെ ഭയങ്കര ക്യൂരിയസ് ആണ് ടേപ്പ് റെക്കോർഡേഴ്സിൻ്റെ കാര്യത്തിലും. വലിച്ചു കാസറ്റ് മുഴുവൻ താഴെ ഇടുക, ഇഷ്ടമുള്ള ഒരെണ്ണം റിപ്പീറ്റഡായിട്ട് 1000 പ്രാവശ്യം കേൾക്കുക, ഇങ്ങനെയുള്ള ഹാബിറ്റ് കൊച്ചിലെ മുതൽ നമ്മൾ കാണിക്കുമല്ലോ. അതിൻ്റെ ഒരു ഡ്രൈവ്. അപ്പോൾ ഫാദർ പ്രോബബ്ലി ഇവിടെ തോട്ട് എന്തായാലും പഠിപ്പിക്കണം, എന്തോ മ്യൂസിക്കിൻ്റെ ഒരു അറ്റമുണ്ട്. അപ്പോൾ എന്നെയും ചേച്ചിയും ഒരുമിച്ചാണ് സുരേന്ദ്രൻ മാസ്റ്റർ എന്ന് പറഞ്ഞൊരു ഇവിടെ കുലശേഖരം ഭാഗത്തുള്ള ട്രിവാൻഡ്രത്തിനുള്ളൊരു മാഷ് വീട്ടിൽ വന്ന് ചെറിയ ഹോം ട്യൂഷൻ പോലെ പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ മാഷ് ആണ് കർണാട്ടിക് മ്യൂസിക് എനിക്ക് ആദ്യം എന്നെ പഠിപ്പിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ മാഷുമായിട്ട് കുറച്ച് നല്ല സമയം, നല്ല ഭയങ്കര സ്നേഹമുള്ളൊരു മാഷായിരുന്നു.
ഇപ്പോൾ മാഷിങ്ങനെ കഥ പറഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മടി, നമ്മൾ കൊച്ചിലേ റെസ്റ്റ്ലെസ്സും കളിക്കുക എന്നുള്ളതാണ് എപ്പോഴും ആവേശം. മ്യൂസിക് ഓഫ് കോഴ്സ് ഇഷ്ടമാണെങ്കിലും അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ പാടാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ മാഷിൻ്റെ കയ്യിൽ ചെറിയ പൊടിക്കൈകളൊക്കെ കൊണ്ട് കഥയൊക്കെ പറഞ്ഞ് തന്ന് ഞങ്ങളെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അത് നല്ലോണം കുറേ കാലം, ഒരു 10-12 വർഷം മാഷ് തന്നെയാണ് വീട്ടിൽ വന്ന് ക്ലാസ് എടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മൾ കുറേ ഡെവലപ്മെൻറ്റ്സ് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അത് അന്നൊന്നും നമ്മൾ ഇതുപോലെ സീരിയസ് ആയിട്ടൊരു ഒരു ജീവിതമാക്കണമെന്നൊന്നും ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ ഇഷ്ടമുള്ള കാര്യം മാഷ് വരുമ്പോൾ പാടും, അല്ലാത്ത സമയത്ത് പ്രാക്ടീസ് കണക്കാണ്. പക്ഷെ എന്നാലും മാഷ് പറയും പ്രാക്ടീസ് ചെയ്യണം. ബട്ട് ഓൾവേസ് ദർ വാസ് എ ഡ്രൈവ് ടു സെർച്ച് ഫോർ ഗുഡ് മ്യൂസിക്. അത് പണ്ട് മുതലേ ഉണ്ട്. ലേണിംഗ്, ഞാൻ വിശ്വസിക്കുന്നത് ഏറ്റവും നല്ല പഠനം എന്ന് പറഞ്ഞാൽ കേൾവിയാണ്. അപ്പം നമ്മൾ ട്രെയിനിങ് ഫോർമൽ ആവശ്യമാണ്. പക്ഷെ ഫോർമലായിട്ട് ട്രെയിൻ ചെയ്ത് മാത്രം പോയാൽ നമ്മളുടെ മ്യൂസിക്, ഉള്ളിലെ മ്യൂസിഷ്യൻഷിപ്പ് എന്നൊക്കെ പറയത്തില്ല, നമ്മൾ പറയത്തില്ല, ആ ഒരു ക്വാളിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് ഒത്തിരി കേൾവി ആവശ്യമാണ്. അതെന്തോ ഭാഗ്യം പോലെ എൻ്റെ ചുറ്റുമുള്ള ഒത്തിരി പേര്, എൻ്റെ കസിൻസ് ആയാലും അതിന് നല്ല മ്യൂസിക് ഫീഡ് ചെയ്തിരുന്നു നമ്മളിലേക്ക്, ഒത്തിരി ഇൻ്റർനാഷണൽ മ്യൂസിക്കും. പിന്നെ എൻ്റെ ഫാദർ ഓഫ് കോഴ്സ് റഫി സാബ് പോലെ, ദാസേട്ടൻ്റെയൊക്കെ പഴയ ഗ്രേറ്റ് കമ്പോസേഴ്സ്, ദേവരായ മാസ്റ്റർ പോലുള്ള പാട്ടുകൾ ഞാനിങ്ങനെ ഒത്തിരി കേൾക്കുമായിരുന്നു. അപ്പം അങ്ങനെ നമ്മളതിലേക്ക് കൂടുതൽ വന്നു. പ്രൊഫഷണൽ ലെവലിലേക്കൊക്കെ ചിന്തിച്ചു തുടങ്ങിയ പ്രോബ്ലം എൻജിനീയറിങ് കാലഘട്ടത്തായിരിക്കാം. ആ ഒരു സമയത്താണ് അതെന്തായാലും നടപടിയാവില്ല എന്ന് ഉറപ്പിക്കുമല്ലോ. അപ്പോൾ ഇനി എന്തെന്നുള്ള ചിന്ത പോലും. പക്ഷെ വേറെ ഒന്നും ചെയ്യാൻ ഉള്ള താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം. മ്യൂസിക് തന്നെ ചെയ്യണം. അത് ജീവിതമാകുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ബട്ട് ഐ കനോട്ട് ഡു എനിത്തിങ് എൽസ് അതർ ദാൻ ദിസ് എന്നൊരു തിരിച്ചറിവ് വരുമല്ലോ. അത് കോളേജിലാണ്. ദാറ്റ്സ് മൈ ജേണി. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കുറേ ഉണ്ട്, നമുക്ക് വഴിയെ സംസാരിക്കാം. താങ്കൾ ഇപ്പോഴും അത് പഠിക്കുന്നുണ്ടോ ആരുടെങ്കിലും? ഇപ്പം ഞാൻ മാഷിൻ്റെ അടുത്ത്, സുരേന്ദ്ര മാഷിൻ്റെ അടുത്ത് പഠിച്ചു കഴിഞ്ഞിട്ട് പെരുമ്പാവൂർ സാറായിരുന്നു കുറച്ച് കാലം പഠിപ്പിച്ചിരുന്നത്. സാറുമായിട്ട് നല്ലൊരു അനുഭവമാണ്. പിന്നെ നിസിയാമ ജോളി എന്ന് പറഞ്ഞിട്ട് പിയാനോ ടീച്ചർ ആണ് പുള്ളിക്കാരി. പക്ഷെ എന്നെ വെസ്റ്റേൺ വോക്കൽസാണ് പഠിപ്പിച്ചിരുന്നത്. പിയാനോ ഞാൻ തോമസ് ചക്കാലം മറ്റത്തെ അച്ഛൻ്റെ അടുത്ത്, ഫാദർ ചേതന മ്യൂസിക് അക്കാഡമിയിലെ അച്ഛൻ്റെ അടുത്തൊരു 3 കൊല്ലം. അപ്പം അങ്ങനെ പലയിടത്തായിട്ട്, പിന്നെ ദിനേശ് മാസ്റ്റർ ഹിന്ദുസ്ഥാനി കുറച്ച്. അപ്പം എല്ലാം എന്താ പറയണ്ടേ, കുറച്ച് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലതാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മേ ബി. പക്ഷേ കുറേ എലിമെൻറ്റ്സ് കിട്ടാൻ ഇതൊക്കെ സഹായിക്കും, പല ജോണേഴ്സുമായിട്ടുള്ള നമ്മുടെ ഒരു അടുപ്പം. പക്ഷേ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ എപ്പോഴും കർണാട്ടിക് മ്യൂസിക് തന്നെയാണ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുന്നത്. അതിൻ്റെ വരിശകളും നമ്മുടെ വോയിസ് ഫ്ലെക്സിബിലിറ്റിക്കും വേണ്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതാണ് ഫോളോ ചെയ്യുന്നത്. ഞാൻ കൂടുതൽ കാലം അതായത് പഠിച്ചുകൊണ്ട്. അപ്പം ഇപ്പോഴും പഠനം നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉറപ്പായിട്ട് നടക്കുന്നുണ്ട്. ലൈക്ക് ഒരു സൈഡിൽ ഈ കേൾവിയിൽ നിന്നുള്ള പഠനമാണ്, പിന്നെ പരീക്ഷിക്കുക. ഏറ്റവും നല്ല ലേണിങ്ങും അത് തന്നെയാണെന്ന് വിചാരിക്കുന്നത് ഞാൻ. കാരണം നമ്മൾ അറ്റംപ്റ്റ് ചെയ്യണം, പല പാട്ടുകൾ പല ആർട്ടിസ്റ്റുകളെ കേൾക്കുക, അത് പാടാൻ ശ്രമിക്കുക, അതിനെ പിയാനോ ബാക്ക് ചെയ്ത് അതിൻ്റെ അകത്തോട്ട് ചെന്ന് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് പഠിക്കുക. ഇതൊക്കെ നമ്മളെ ഒത്തിരി സഹായിക്കും ആസ് എ കോമ്പോസർ എസ്പെഷ്യലി. അപ്പം സ്റ്റിൽ ഇറ്റ്സ് ഗോയിങ് ഓൺ. പഠനം നിർത്തിയാൽ നമ്മൾ ഇരുന്ന് പോകും. ആക്ച്വലി ഒരിക്കലും നിർത്താൻ പറ്റില്ല. പക്ഷെ അതൊരു ഗുരുമുഖത്തിൽ നിന്ന് ഇപ്പം ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ തന്നെ എക്സ്പ്ലോർ ചെയ്യുക. ഇന്ന് അതിനുള്ള സാഹചര്യം ഒത്തിരിയാണ്. യൂട്യൂബ് മാത്രം മതി നമുക്ക്. അത് പക്ഷേ സ്റ്റഡി ആയിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെ സെൽഫ് എക്സ്പ്ലോർ അതെ. നമ്മൾ തന്നെ നമ്മുടെ ഒരു ഇത് കണ്ടെത്തുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സത്യം പറഞ്ഞാൽ അത് വലിയ ഘടകമാണ്. നമുക്ക് നമ്മുടെ വോയിസിൻ്റെ ഏറ്റവും ഡീറ്റെയിലിംഗ് നമുക്കായിരിക്കും ഏറ്റവും കൂടുതൽ അറിയുന്നത്. അതിന് ഏത് ഭാഗത്ത് സ്ട്രെയിൻ വരും, എങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ ഡെവലപ്പ് ചെയ്യാം. അതൊക്കെ നമ്മൾ തന്നെ ഇൻവെസ്റ്റിഗേഷനാണ്. എല്ലാ ദിവസവും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അത് ഉറപ്പായിട്ടും. അതുപോലെ പ്രായം വരുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ വരും, ബ്രത്തിൻ്റെ പ്രശ്നങ്ങൾ വരും, ചിലപ്പം വോക്കൽ ടോണിൻ്റെ വ്യത്യാസം വരാം. ഹൗ ടു മാനേജ് ദാറ്റ്, സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യും. നമ്മളിത് ജീവിതമാർഗം കൂടെയാണല്ലോ. അപ്പം അതിൻ്റെ സ്ട്രെസ്സും ആർട്ടും തമ്മിൽ ക്ലാഷ് വരാതിരിക്കുക, ഇങ്ങനെയൊക്കെയുള്ള. പിന്നെ നല്ല കുടുംബത്തിൽ നല്ല അറ്റ്മോസ്ഫിയറാണ്. ദൈവം ഐ ഹാവ് എന്താ പറയുക, എൻ്റെ വൈഫ് വളരെ സപ്പോർട്ടീവാണ്. ഫാമിലി എല്ലാവരും വളരെ സപ്പോർട്ടീവ്, അച്ഛനമ്മ എല്ലാവരും സപ്പോർട്ടീവാണ്. അതുകൊണ്ട് ഐ എം ബ്ലെസ്ഡ് ദാറ്റ് വേ. സ്ട്രെസ്സ് കുറവാണ്. പിന്നെ ഒന്നുമില്ലെങ്കിൽ ചുമ്മാ ടെൻഷൻ അടിക്കുന്ന സ്വഭാവമാണ്. അത് ഞാൻ തന്നെ മാനേജ് ചെയ്തേ പറ്റും. അതെ, ഞാൻ
എപ്പോഴായിരുന്നു ഇത് എൻജിനീയറിങ്ങിൻ്റെ സമയത്തായിരുന്നു മ്യൂസിക് ആണ് എൻ്റെ ലൈഫ് എന്ന് ഉറപ്പായിട്ടും. മനസ്സിലായതെന്ന് പറഞ്ഞു. അതെ. അപ്പം ഈ ഒരു ഫ്ലെയർ കിട്ടിക്കഴിഞ്ഞപ്പോൾ എക്സ്ട്രാ എന്തെങ്കിലും മറ്റേ എഫേർട്ട് ഇതിന് വേണ്ടിയിട്ട് എടുത്തായിരുന്നു? അതായത് മ്യൂസിക് ഈസ് മൈ ലൈഫ്, ഐ ബ്രീത്ത് ഇൻ മ്യൂസിക് എന്ന് ഫീൽ ഉറപ്പായിട്ടും നമ്മൾ കോൺസ്റ്റന്റ് എഫേർട്ടാണ്. ഞാൻ പറയുന്ന ഒരു ദിവസം പോലും നമുക്ക് അതിന് സ്പെയർ ചെയ്യാൻ പറ്റില്ല. അതർ ദാൻ വയ്യാതൊക്കെ ആകുന്ന ചില ദിവസങ്ങളിൽ ഒഴിച്ചാൽ നമ്മൾ തന്നെ അത് കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അതിലേക്ക് റൂട്ട് ചെയ്തേ മതിയാകുമല്ലോ. അതെ അതെ അതെ. അപ്പോൾ അതൊരു നമ്മൾ കോൺസ്റ്റന്റ് അപ്രോച്ച് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ദിവസം പോലും നമുക്ക് അതിൻ്റെ ചിന്തയിൽ നിന്ന് പുറത്തു വരാൻ പാടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അന്ന് ദിവസം പ്രാക്ടിക്കലി പ്രാക്ടീസ് ചെയ്തു കൊള്ളണം. പക്ഷേ നമ്മുടെ തോട്ട് വിൽ ബി ഓൾവേസ് ദാറ്റ് ഇനി അതൊരു അഡിക്ഷൻ. നമ്മൾ പല്ല് തേക്കുന്ന പോലെ ഒരു സംഭവത്തിലേക്ക് എത്തിക്കണം. ആക്ച്വലി പ്രാക്ടീസും റൊട്ടീനാവണം. നമ്മൾ ഇന്ന് ചെയ്തിരിക്കും. എവിടെ യാത്ര ചെയ്യുമ്പോൾ സമയം കിട്ടിയില്ലെങ്കിൽ വണ്ടിയിൽ ശ്രുതി വെച്ചിട്ട് വണ്ടിയിൽ ചെയ്യാമല്ലോ. എത്രയോ ട്രാവൽ ചെയ്യും നമ്മൾ വണ്ടിയിലാണ് പകുതി സമയം. വണ്ടിയിൽ തന്നെ നമുക്ക് നല്ലോണം പ്രാക്ടീസ് ചെയ്തൊക്കെ പോകാം. ഞാനപ്പോൾ ട്രാഫിക് സിഗ്നലിലൊക്കെ ആൾക്കാർ നോക്കുമ്പോൾ നമ്മളിങ്ങനെ തല മാത്രം ഇങ്ങനെ പോകുന്ന കൈയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ തല അപ്പോൾ അങ്ങനെ പറ്റാറുണ്ട്. നമ്മൾ ചില കുട്ടികൾ ബൈക്കിൽ സിഗ്നലിൽ നിർത്തുമ്പോൾ അവർ ഭയങ്കര ലൗഡ്, അവർ കംപ്ലീറ്റ്ലി അതിൽ ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല ബാക്കിയുള്ളവർ ഇത് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ആ ടൈം നമ്മൾ ഇത് ചെയ്യാന്നുള്ളതാണ്, യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. എനിവേസ് യു ആർ ഇൻ ദ റോഡ് ആൻഡ് അതെ, നമുക്ക് ടൈമുണ്ട്. ചിലപ്പോൾ ട്രാഫിക്കിലൊക്കെയാണെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തന്നെ പോകാം. അതെ അതെ, നമ്മളുടെ സ്പേസ് ആണ്. അത് ഉറപ്പാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു സ്പേസുമാണ്. അതെ അതെ അതെ. ഒരു കമ്പോസർ ഒരു മ്യൂസിക് കമ്പോസ് ചെയ്യുമ്പോൾ ട്രെയിൻഡ് കമ്പോസർ ആയതുകൊണ്ട് അതിൻ്റെ ഗ്രാമർ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷെ ഇതൊന്നും അറിയാത്തതായിരിക്കും മെജോറിറ്റി ലിസണേഴ്സും അല്ലേ. അപ്പം അവർക്ക് അതിൻ്റെ ഫീല് കിട്ടുന്നുണ്ട്, ആ ഇമോഷൻ അവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കമ്പോസ് ചെയ്യുമ്പോൾ ഈ ഗ്രാമറിലാണോ കൂടുതൽ സ്ട്രെസ് കൊടുക്കുന്നത് അതോ ഓൺ ദി ഇമോഷൻസ്? ടോട്ടലി. ഞാനിപ്പോൾ എൻ്റെ ഗ്രാമർ സ്ട്രോങ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടത്തരമാണെന്നേ പറയാൻ പറ്റുള്ളൂ. ഐ എം നോളജ് അബൌട്ട് ദി ടെക്നിക്കാലിറ്റീസ്, രാഗങ്ങളുടെ അറിവ് എന്നൊക്കെ പറയത്തില്ല, അതൊരു വലിയൊരു പുസ്തകമാണ്. അത് നമ്മൾ ആയുസ് മുഴുവൻ പഠിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിപ്പോൾ ഏത് ജോണർ എടുത്താലും, നമ്മൾ കർണാട്ടിക് എടുത്തോ, ഹിന്ദുസ്ഥാനി എടുത്തോ, വെസ്റ്റേൺ ക്ലാസിക്കൽ എടുത്തോ, അതൊക്കെ ഒരു ലൈഫ് ടൈം ലേണിംഗ് ആണ് ആക്ച്വലി. അത്രയും ഉണ്ട്. അപ്പം നമ്മൾ അത് പാരലലി നമ്മുടെ ഡിക്ഷണറി സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കുക. നേരെ മറിച്ച് ഈ ഡിക്ഷണറി ഇമോഷൻ തമ്മിൽ കൂട്ടിക്കുഴയ്ക്കാണ്ടും ഇരിക്കുക. ഇതൊരു ആസ് എ ക്രിയേറ്റർ ഇറ്റ്സ് എ മസ്റ്റ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അതിലോട്ട് കൂടുതൽ ഇൻക്ലൈൻഡ് ആയ യു ഗോ ബിഹൈൻഡ് സ്കിൽ റാദർ ദാൻ ഇമോഷൻ. നമ്മളുടെ ഇപ്പോൾ നമ്മൾ നോളജ് അക്വയർ ചെയ്യുമ്പോൾ ഐ ഓൾവേസ് ഫീൽ ദാറ്റ് എവ്രിബഡി വിൽ ട്രെൻഡ് ടു ബി എ ബിറ്റ് ഐ എം നോളജബിൾ എന്നുള്ളൊരു സാധനത്തിലേക്ക് എത്തിക്കുക. അത് പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരിലേക്ക് അത് ഷോക്കേസ് ചെയ്യാനും ശ്രമിക്കും. ആ ഷോക്കേസ് ചെയ്യാൻ ശ്രമിക്കുന്നിടത്ത് നമ്മുടെ ഇമോഷൻ പോയി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ടോട്ടലി ഇറ്റ് ഈസ് എ കൊളാപ്സ്. അപ്പോൾ ഐ പേർപ്പസ്ഫുള്ളി ഐ ട്രൈ ടു അവോയ്ഡ് സച്ച് തിങ്സ്. ഞാൻ കട്ട് ചെയ്യും. എന്താ പറയുക, ലേൺ ചെയ്തത് അതവിടെ ഇരിക്കട്ടെ. അത് ഷോക്കേസ് ചെയ്യാനോ അല്ലെങ്കിൽ ഷോ ഓഫ് ചെയ്യാനോ അല്ല നമ്മൾ പാട്ടുണ്ടാക്കുന്നതെന്നുള്ള ഒരു തികഞ്ഞ ബോധ്യം ആസ് എ ക്രിയേറ്റർ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ആ ഗ്രാമർ നമ്മൾ പോലും അറിയാതെ ആ ഡിക്ഷണറിയിൽ നിന്ന് അക്ഷരങ്ങൾ എടുക്കുകയാണ് ചെയ്യുന്നത്, വാക്കുകൾ എടുക്കും, നമ്മളറിയില്ല. ഓൺ ദ പ്രോസസ് ഓഫ് എക്സ്പ്രസിങ് യുവർ സെൽഫ് യു ടെൻ ടു പിക്ക് അപ്പ് ഫ്രം ദ ഡിക്ഷണറി വിച്ച് യു ഹവ് ലേൺഡ്. അതിനകത്ത് പഠിച്ചത് നമ്മൾ പോലും അറിയാണ്ട് അതിലേക്ക് വരുന്നതാണ്. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് സത്യസന്ധമായിട്ടുള്ള സോൾഫുൾ ആയിട്ടുള്ള മ്യൂസിക് കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടൊരു കോമ്പോസിഷനിലേക്ക് അവസാനിക്കാൻ ചാൻസ് ഉണ്ട്. ഇപ്പം നമ്മൾ ഒരു പാട്ട് കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ഇറ്റ്സ് വെരി ഈസി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, കോംപ്ലിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ പ്രേക്ഷകന് മനസ്സിലാകാത്ത തലത്തിലൊരു പാട്ട് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമാണ്. കാരണം നമ്മൾ കുറേ നോട്ടിൻ്റെ കോമ്പിനേഷൻസും ഭയങ്കര രാഗങ്ങൾ ഒരു 5 എണ്ണം കൂട്ടിക്കുഴച്ചൊരു സാധനമൊക്കെ ചെയ്യാനായിട്ട് കുത്തി റിസർച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രേക്ഷകൻ ആശ്ചര്യപ്പെട്ടേക്കാം, പക്ഷെ ആസ്വദിക്കില്ല എന്നുള്ളത് സത്യമാണ്. ആസ്വാദനവും ആശ്ചര്യം രണ്ടാണ്. നമ്മൾ വാവ് എന്ന് പറയുന്നതും അവർ ആ വേറൊരു മൂഡിലേക്ക് കൊണ്ടുപോകുന്നതും തമ്മിൽ ഐ ആം ഓൺ ദ സെക്കൻഡ് ഹാഫ്. എനിക്ക് അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ ഒരു ആഗ്രഹം അതാണ്. എപ്പോഴും നടന്നുകൊള്ളണമെന്നില്ല, നമ്മൾ പോലും അറിയാതെ മറ്റേ അതിലോട്ടൊക്കെ പോയേക്കാം. പക്ഷേ ഐ ട്രൈ ടു പർപ്പസ്ഫുള്ളി ഗിവ് ഇറ്റ് എ ഫുൾ ഹാർട്ട്, നോട്ട് ടു ജമ്പ് ഇൻ ടു ദാറ്റ്. അതൊരു വലിയ പടുകുഴിയായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ചെയ്യാതിരിക്കാൻ ഞാൻ കോൺഷ്യസ് ആയിട്ട് ശ്രമിക്കാറുണ്ട്.
അപ്പം എന്ന് പറഞ്ഞ് പഠിക്കാതിരിക്കുന്നത് മണ്ടത്തരമാണ്. നമ്മുടെ അതെ ഡിക്ഷണറി അതെ സ്ട്രോങ് അതെ ആക്കിക്കൊണ്ടിരിക്കുന്നേ അതെ പറ്റുള്ളൂ. അത് ചെറുതായാലും പഠനം തന്നെയാണ്. അപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കട്ടെ. പക്ഷെ ഇത് തമ്മിൽ എന്ന് നമ്മൾ കുഴയ്ക്കുന്നോ അത് പ്രശ്നമാണ്. അത് വോളണ്ടറി ആയിട്ട് വരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉം. ഓട്ടോമാറ്റിക്കലി യു നോ അകത്തോട്ട് നോളജ് അകത്ത് ചെന്നിട്ട് ഇതെല്ലാം കൂടെ കുഴഞ്ഞിട്ട് അതിൻ്റെ ഗന്ധമായിരിക്കണം പുറത്തോട്ട് വരാനുള്ളത്. മനസ്സിലായോ? ട്രൂ ട്രൂ അല്ലാതെ അതോടെ അതെ ഛർദ്ദിക്കുകയല്ല വേണ്ടത് ബേസിക്കലി എന്നുള്ളത്. ആ സോൾ അപ്പോഴേ കിട്ടുള്ളൂ, അപ്പോഴേ എന്നാലേ അത് 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 നമ്മൾ കണക്ട് ആവുള്ളൂ. മറക്കണം, നമ്മൾ പഠിച്ചതൊക്കെ സത്യം പറഞ്ഞ് ആ അൺലേൺ ചെയ്യണം. അത് ഞാൻ ഈ ലെജൻഡറിയുടെ കമ്പോസേഴ്സ് ഒക്കെ അത് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ റഹ്മാൻ സാർ, ജസ്റ്റ് ടേക്ക് ആൻ എക്സാമ്പിൾ, ഈസ് സച്ച് എ ലെജൻഡ്. അപ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ അറിയാഞ്ഞിട്ടല്ല. ഇപ്പോൾ ദേവരാജ മാസ്റ്റർ എടുക്കും. അതെ ദേവരാജ അതെ മാസ്റ്റർ കമ്പോസ് ചെയ്യുന്ന കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു ഏത് സാധാരണക്കാരൻ്റെ പാട്ട് പാടാം. അതെ പക്ഷേ അദ്ദേഹത്തിന് അറിവില്ലാഞ്ഞിട്ടാണോ? അത് ചെയ്തു വെച്ചിരിക്കുന്ന പാട്ടുകൾ കേട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ടൊരു മ്യൂസിഷ്യൻ ചെന്ന് കഴിഞ്ഞാൽ 100 കോംപ്ലിക്കേഷൻസ് കാണും അകത്ത്. അതെ പക്ഷെ ആ കേൾക്കുന്ന ആൾക്ക് ആ കോംപ്ലിക്കേഷൻ ഇല്ല. കേൾക്കുന്ന ആൾ ആയിരം പാരസ അവർ കേട്ട ആ മ്യൂസിക്കിലാണ് അവർ പോകുന്നത്. അതെ അല്ലാതെ അതെ പുള്ളി കോംപ്ലിക്കേറ്റ് ചെയ്യുന്നുണ്ടെന്ന് അവർ പോലും മനസ്സിലാക്കില്ല. മനസ്സിലാക്കുന്നില്ല. അതെ അതാണ് എന്നെ സംബന്ധിച്ച് ഒരു ബ്രില്യൻ ട്രൂ കോമ്പോസർ എന്ന് ട്രൂ പറഞ്ഞത്. ട്രൂ ഇമോഷണലി ഹീ ട്രാൻസ്ലേറ്റ്സ് ഹിസ് മ്യൂസിക്, ബട്ട് ലോട്ട് ഓഫ് അതിൻ്റെ ഇൻട്രിക്കൽ ഡീറ്റെയിൽസ് അകത്ത് ഒത്തിരി ഉണ്ടാവും. കറക്റ്റ് മനസ്സിലായോ? അപ്പോൾ അതാണ് അവിടെയാണ് ഒരു ബ്രില്യൻ കമ്പോസർ ഇരിക്കുന്നതെന്നാണ് എനിക്ക് ട്രൂ ട്രൂ എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്കത് ചെയ്യാൻ ഞാൻ ചെയ്യാറായോന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഐ ഹാവ് എ കോൺസ്റ്റൻറ്റ് അപ്രോച്ച് ടുവേർഡ്സ് ദാറ്റ്. കാര്യം വെച്ചാൽ അത് എന്ന് നമ്മുടെ ഈഗോ ഇമോഷനെ ഓവർ പവർ ചെയ്യുന്നോ യു ആർ ഗോൺ എന്നാണ് എക്സാക്ട്ലി നമ്മൾ എക്സാക്ട്ലി എക്സ്പ്രഷൻ എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ജീവിതമേ കുറേ വികാരങ്ങളുടെ ഒരു ഇതാണ്. അപ്പം അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഈഗോ വന്നു കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് പൊള്യൂട്ടഡ് ആകും ആ ഇമോഷൻ. പിന്നെ ഈഗോ അത് വേറെ ഒരു ഇമോഷനാണ്, ഇതാണ്. ഡ്രൈവർ സീറ്റിൽ ഇരുത്താണ്ട് നോക്കുക ഈഗോന്. അത് ഉറപ്പാണ്. നമ്മളെപ്പോഴും പഠിക്കുന്നിടത്തോളം അതെ കാലം അതിനെ ഒരു അടക്കി നിർത്താനായിട്ട് നമുക്ക് എക്സാക്ട്ലി പറ്റണം. അതാണ് വേണ്ടത്. അതെ അല്ലെങ്കിൽ യുവർ മ്യൂസിക് വിൽ ഗെറ്റ് കോംപ്ലിക്കേറ്റഡ്. എന്താ പറയുക, എല്ലാ അറ്റംപ്റ്റും നമ്മൾ സ്കില്ല് പ്രൂവ് ചെയ്യാനായിരിക്കും. ഞാൻ ഒരു കേമനാണ് എന്ന് ട്രൂ ട്രൂ തെളിയിക്കാനായിട്ടുള്ള കോമ്പോസിഷൻസ് നമ്മുടെ ചുറ്റും അനേകം നമുക്ക് കാണാൻ പറ്റും. അതെ അത് നമുക്ക് കേൾക്കുമ്പം മനസ്സിലാവും. ഒരു സാധാരണക്കാരൻ പാട്ട് കേൾക്കുമ്പോൾ ഇതെന്തിനാണ് ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് എന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ അത് അയാളുടെ ജ്ഞാനം അയാൾ അവിടെ കാണിക്കാൻ നോക്കുന്നുകൊണ്ടാണ് ക്രിയേറ്റർ. കറക്റ്റ് അപ്പം അത് നമ്മൾ പല ലെജൻഡറി ഇപ്പോൾ MS ബാബുരാജ് സാറിൻ്റെ പാട്ടുകൾ, ദേവരാജ മാസ്റ്റർ പാട്ടുകൾ, എന്താ പറയുക, ഈവൻ ദക്ഷിണാമൂർത്തി സാങ്ങുകൾ അത്രയും നോളജബിൾ ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ കർണാട്ടിക്കിൻ്റെ അകത്തു നിന്ന് അദ്ദേഹം എല്ലാം ചെയ്യുന്നത്. എല്ലാം ചെയ്യും. ആ അതെ അതെ ചട്ടക്കൂട് പുള്ളി ഫോളോ ചെയ്യും. അതെ ബട്ട് ഇമോഷൻ വിട്ടൊരു കളിയില്ല. അതെ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് ഇമോഷൻ വിട്ട് ഇന്ന് വരെ പുള്ളി പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അതിൻ്റെ അകത്ത് എല്ലാ കർണാട്ടിക് ചുവകളും അതിൻ്റെ എല്ലാ ഇതും വരുമായിരിക്കാം. പക്ഷേ ഹി നെവർ കോംപ്രമൈസസ് ദാറ്റ് ഫാക്ട്. അതെ പിന്നെ നമ്മൾ മുന്നോട്ട് എല്ലാ ലെജൻസിലും, ഇളയരാജ സാർ ആയിക്കോട്ടെ, ജോൺസൺ മാസ്റ്റർ എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. അയ്യോ ഞാൻ ഓൾ ടൈം ജോൺസൺ ഫാനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾക്കെല്ലാം ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു ആസ്പെക്റ്റാണ്. എപ്പോഴും ഇത്രയും അറിവ് അവർ സമ്പാദിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ആ പാട്ടുമായിട്ടും ആ സിനിമയുടെ സീനുമായിട്ടും ഒക്കെയാണ് പുള്ളിയുടെ പാട്ട് റിലേറ്റ് ചെയ്യുന്നത്. സീരിയസ്ലി അതെ ആ ഒരു ഞാൻ എപ്പോഴും പറയാം കമ്പോസിഷൻ. ബാക്ക്ഗ്രൗണ്ട് സ്കോർ വരെ എന്തിനേറെ പറയുന്നത്. അതെ പുള്ളിയുടെ അതെ അതെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകൾ ഇന്നത്തെ ഏറ്റവും ആൾക്കാരുടെ ഫേവറേറ്റ് ആണ്. അതെ അതെ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും പുള്ളി അതുമായിട്ട് ഇഴുകിച്ചേരുന്ന മ്യൂസിക് ആ ഇമോഷനാണ് പുള്ളിയുടെ സംഭവം. ആ സിനിമയിലെ ആ സീനിലെ ഇമോഷനാണ് പുള്ളി ട്രൂ ട്രൂ എടുക്കുന്നത്. അല്ലാതെ അവിടെ പുള്ളിയെ ഷോക്കേസ് ചെയ്യാൻ നോക്കുന്നേ ഇല്ല. അതെ 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 അപ്പം അതെ അതൊരു വലിയൊരു കടമ്പയാണ് ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം. അതൊരു ചാലഞ്ച്, സ്വന്തമായിട്ടൊരു ചാലഞ്ചാണ് അത്. നമ്മൾ നോളജ് അക്വയർ ചെയ്യുമ്പോൾ മേക്ക് ഷുവർ ദാറ്റ് യു ട്രൂ കീപ്പ് ഇറ്റ് സബ്സൈഡഡ്, അകത്ത് വയ്ക്കുക. ആവശ്യമുള്ളപ്പം നമ്മൾ തന്നെത്താൻ ആ പൈപ്പിൽ നിന്ന് എടുക്കുക എന്നുള്ളതാണ്. അതെ അതെ അപ്പോൾ അതൊരു എനിക്കൊന്ന് മെച്ചുവേർഡ് പ്രോസസ്സിൽ സംഭവിക്കും. എല്ലാവർക്കും മറ്റേ വശത്തോട്ട് പോകാനൊരു ടെൻഡൻസിയൊക്കെ വരും. പക്ഷേ അതിലല്ല കാര്യം, ആൾക്കാരുമായിട്ട് നമ്മൾ അകന്നു പോകും. അപ്പോൾ ആ അതാണ് അതെ നമ്മൾ അതെ ഓഡിയൻസാണ് ട്രൂ നമ്മുടെ ട്രൂ എല്ലാം. ട്രൂ ഓഡിയൻസ് അത് റിലേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ദർ ഇസ് സംതിങ് റോങ് വിത്ത് യു. അപ്പോൾ അല്ലാതെ ഓഡിയൻസിൻ്റെ കുഴപ്പമാണ്, ഓഡിയൻസ് അത് ഇത് ചെയ്യുന്നില്ല, അത് അവരുടെ ഇത് പോരാ, ടേസ്റ്റ്, അങ്ങനെയൊക്കെ ബ്ലെയിം ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ ട്രൂ ട്രൂ തികഞ്ഞ് മനസ്സിലാക്കുക നമ്മളാണ് അവരിൽ നിന്ന് അകലുന്നതെന്നുള്ള
തിരിച്ചറിവ് മനസ്സിലാവുന്നില്ല. അത് മനസ്സിലാക്കണം, നമ്മൾ അതെ. മനസ്സിലാക്കണം. ഉറപ്പായിട്ടും ഓഡിയൻസ് ഇങ്ങനെ പല ഫിക്കിൾ മൈൻഡഡ് ആയിട്ട് പല ഇതിലോട്ട് പോവുമായിരിക്കാം. ഇങ്ങനെ വേറെ ഇപ്പം ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാമും റീലുകളും ഡിസ്റ്റർബ്ഡ് ആണ്, അവരുടെ മനസ്സ് പോലും ഡിസ്റ്റർബ്ഡ് ആണ്. അതെ അവർക്ക് ഫോക്കസ് ചെയ്യാനൊന്നും പറ്റാതെ. ഇപ്പം നമ്മൾ ഉൾപ്പെടെ ഇൻസ്റ്റാഗ്രാമിൽ കുടുങ്ങിയില്ലേ, അതെ റീലും തപ്പി 30 സെക്കൻഡിന് മുകളിൽ കേൾക്കാൻ. നമ്മൾ അപ്പോൾ അവരും ഡിസ്റ്റർബ്ഡ് ആണ്. പക്ഷെ എന്നിരുന്നാലും ദേ വിൽ ഫൈൻഡ് ദാറ്റ് സ്വീറ്റ് സ്പോട്ട് സംവെയർ ഇൻ ദെയർ ലൈഫ്. അവർ ആ സമയത്ത് അവർ എന്താണ് കേൾക്കാൻ താല്പര്യപ്പെടുന്നില്ല, ആ ആർട്ടിസ്റ്റ് നമ്മളായിക്കോട്ടെ എന്നുള്ളതാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അതെ അവരെ സമാധാനത്തിന് അവർ കേൾക്കുന്ന ആളാരാണ്, ആ അല്ലെങ്കിൽ അവരുടെ ജീവിത സന്തോഷത്തിൽ ആരാണ് അവർ, ഏത് ആർട്ടിസ്റ്റിനെയാണ് അവർ കേൾക്കാൻ താല്പര്യം. അത് നമ്മളായാൽ അതാണ് ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ സന്തോഷവും. ആ ഓഡിയൻസിൻ്റെ അളവ് നമ്മൾ കൂട്ടാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ 10 പേരിൽ നിന്ന് 100 പേരിലേക്ക് അതെ അല്ലെങ്കിൽ 1000 പേരിലേക്ക്, ലക്ഷങ്ങളിലേക്ക് നമ്മുടെ മ്യൂസിക് ഹൃദയസ്പർശിയായിട്ട് എത്തുമ്പോഴാണ് നമ്മുടെ എഫേർട്ട് റിസൾട്ട് കാണുന്നത്. അതെ. അത് നേരത്തെ പറഞ്ഞപ്പോൾ മനസ്സിലായി. ജോൺസൺ മാഷിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു പാട്ട് ചെയ്യുന്നതിന് മുമ്പേ സിറ്റുവേഷൻ എന്താണ്, എങ്ങനെയാണ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത് വരുന്നു, ഈ പാട്ടിലോട്ട് എങ്ങനെയാണ് സീൻ ട്രാൻസ്ഫോം ചെയ്യുന്നതെന്നും കൂടെ ചോദിക്കുന്നത്. ഉറപ്പായിട്ടും അത് അതിൻ്റെ വരുന്ന അറിയണമല്ലോ ഡയറക്ടർ അപ്പം പറയണമെന്ന്, എന്നാലേ അത് ഇൻസ്റ്റന്റ് ആയിട്ട്. ഉറപ്പായിട്ടും എന്നാലല്ലേ പറ്റുള്ളൂ. അതെ അല്ല ചുമ്മാ ഇതാണ് സീൻ പറഞ്ഞിട്ട് അല്ലോ, അതിൻ്റെ പുറകിലൊരു ബാക്ക് ലൈൻ ഉണ്ടല്ലോ, അത് എന്താണ് അതിൻ്റെ ഇമോഷൻ എന്ന് അറിയണം. ആ ത്രെഡ് കണക്ട് അത് എന്നെ സംബന്ധിച്ചിടത്തോളം സിനിമയല്ല, സ്വന്തമായിട്ടുള്ള ക്രിയേഷൻസിൽ വരുമ്പോൾ ഞാൻ എൻ്റെ ലൈഫാണ് ആ ഒരു USB ആയിട്ട് എടുക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ നിന്നാണ് ഞാൻ അതിലേക്ക് എടുക്കുന്നത്. സിനിമയിൽ നേരെ ഒരു സ്ക്രിപ്റ്റ് കാണും അതിന്, ആ സ്റ്റോറി ടെല്ലറിന്. സോ ഐ എം എ പേഴ്സൺ ഹു ടേക്സ് ഇറ്റ് ഫ്രം മൈ ലൈഫ്, മേ ബി, അല്ലെങ്കിൽ നിയർ മീ. പറഞ്ഞപ്പോഴത്തെ അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെഗ്മെൻ്റ് ആയിട്ട് 10 സോങ് 10 ചാപ്റ്റർ ജോബ് കുര്യൻസ് 10 എന്ന് പറഞ്ഞൊരു സംഭവം വരുന്നുണ്ടല്ലോ. അപ്പം നേരത്തെ ഈ വെബ്സൈറ്റിൽ പറയുന്ന എവ്രി നോട്ട് ഇസ് മൈ ലൈഫ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് ഓഫ് യുവർ ലൈഫ് എന്ന് പറയുന്ന ഒരു സെഗ്മെൻറ്റ് വെച്ച് നോക്കുമ്പോൾ എല്ലാ മ്യൂസീഷ്യൻസും നമ്മൾ കണ്ടിരിക്കുന്നത് ദേ പ്രൊഡ്യൂസ് സോങ്സ്, ബട്ട് യു സെഡ് സംതിങ് ഡിഫറെൻറ്റ് ആൻഡ് യുണീക്ക് ആസ് ചാപ്റ്റേഴ്സ്. 10 ചാപ്റ്റേഴ്സ് ആണ്. അപ്പം 10 സോങ് 10 ഇമോഷൻസ് 10 ചാപ്റ്റർ എന്ന് ഞാനത് വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, അത് ഞാൻ ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ അതായിരുന്നു. സെയിങ് ദാറ്റ് ഈ 10 ഇമോഷൻ 10 ചാപ്റ്റർ എന്ന് പറയുന്നത് വെറും 10 സോങ്സ് മാത്രമാണോ, അതോ ലൈഫിൻ്റെ പല താളുകളാണ് 10 ചാപ്റ്ററായിട്ട് ഡിവൈഡ് ചെയ്തതാണോ എന്നുള്ളത്? ഞാൻ അങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഓൺ ദ ഗോ ലൈഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എവിടെയാണോ ട്രിഗേർഡ് ആവുന്നത്, ഒരു ഇൻസ്പിറേഷൻ കിട്ടുന്നത്, ഞാൻ ആ സമയത്ത് ട്യൂൺ ചെയ്ത് വയ്ക്കാറുണ്ട്. അപ്പം നമുക്കൊരു ഇമോഷൻ നമ്മുടെ ലൈഫിൽ നടക്കുന്ന എന്തെങ്കിലും ഒരു കോർ നമ്മളെ അത്രയും മനസ്സിൽ തട്ടുന്ന ഒരു കാര്യം വരുമ്പോൾ, അത് ചിലപ്പോൾ ഒരു യാത്രയിലായിരിക്കാം, ചിലപ്പോൾ പിയാനോയിൽ ചുമ്മാ വായിക്കുമ്പോഴായിരിക്കാം, ചിലപ്പോൾ അത് അപ്പോൾ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്ത് അതിനൊരു ബേസിക് ഫോർമേഷനിലാക്കി വയ്ക്കും. ബിക്കോസ് ഐ ഡോണ്ട് വോണ്ട് ടു ജസ്റ്റ് സിറ്റ് ലൈക്ക് ദാറ്റ് ടു കമ്പോസ്. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഫോഴ്സ്ഡ് ആയിട്ട് 10 പാട്ടുണ്ടാക്കി കളയാം, എട് അങ്ങനെ നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ വല്ലാതെ ഫോഴ്സ്ഡ് ആയി പോകും. അപ്പം എപ്പോഴാണോ അത് ട്രൂ ആയിട്ട് നമ്മളിലേക്ക് വരുന്നത്, ആ സമയത്ത് തന്നെ അതിൻ്റെ ഒരു ബേസിക് ഔട്ട്ലൈൻ ഞാൻ ചെയ്തു വയ്ക്കും. സോ ദാറ്റ് ഐ ക്യാൻ ഡെവലപ്പ് ഓൺ ദാറ്റ് സം ടൈം ലേറ്റർ നോക്കാം. അപ്പോൾ അങ്ങനെ ഓൺ ദ ഗോ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് കമ്പോസ് ചെയ്ത് ഓരോരോ ഫീലിങ്ങിൽ ചെയ്ത് വെച്ച പാട്ടുകളെയാണ് സോർട്ട് ചെയ്ത് അതിനകത്ത് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്കിപ്പോഴും എന്നെ എന്താ പറയുക റെലവൻ്റ് ആയിട്ട് എൻ്റെ മനസ്സിലുള്ള ആശയങ്ങളാണ് ഈ 10 പാട്ട്. അപ്പോൾ ഉറപ്പായിട്ടും അത് ഓരോന്നിനും അതിൻ്റെതായ ഐ ക്യാൻ ഗ്യാരണ്ടി യു എന്താ പറയുക, അതിൻ്റെ ഒരു സത്യസന്ധതയെക്കുറിച്ച് നമുക്ക് തർക്കമില്ല. എനിക്ക് എന്നോട് തന്നെ തർക്കമില്ല. അതിൻ്റെ ഒരു ക്രിയേഷൻ്റെ പ്രോസസ്സായാലും എൻ്റെ അറ്റംപ്റ്റ് ആയാലും. പിന്നെ ക്വാളിറ്റി ഈസ് ടു ബി ഡിറ്റർമൈൻഡ് ബൈ ദി ഓഡിയൻസ്. അവർ പറയണം, നമുക്കത് പറയാനുള്ള അധികാരമില്ല. അല്ല കേൾവിക്കാരാണത് പറയേണ്ടത്. അപ്പോൾ ഞാൻ എൻ്റെ സൈഡിൽ 150% എപ്പോഴും ചിന്തിക്കാറുള്ളത്. അപ്പോൾ നല്ലൊരു ടീമും ഒത്തു വന്നു, ഉഗ്രൻ കുറേ കലാകാരന്മാരും നല്ലൊരു ക്രൂവും ആൻഡ് വെൽ കോർഡിനേറ്റഡ് ബൈ മൈ മാനേജ്മെൻറ്റ് ടീം ആസ് വെൽ. എല്ലാവരും പിന്നെ എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഭാഗമെല്ലാം നമ്മൾ തന്നെയാണ്. ആ സാക്രിഫൈസ് നമ്മൾ എല്ലാ പ്രോജക്റ്റിലും ഞാൻ ചെയ്യാറുണ്ട്. ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു വലിയൊരു ടെൻഷനാണ് നമ്മളെപ്പോലുള്ള
അങ്ങനെ ഭയങ്കരമായ റിച്ച് ആർട്ടിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് ബീൻ ഓക്കെ ആൻഡ് ഇറ്റ്സ് ഗുഡ്. ഞാൻ ഹാപ്പിയാണ്. ബട്ട് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ അതൊരു ഹ്യൂജ് ടാസ്ക്. പക്ഷേ ഞാനത് ഇതിൽ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പം ലോട്ട് ഓഫ് പെയിൻ ബിഹൈൻഡ് ദ പ്രോസസ്. ഐ എം വെയിറ്റിംഗ്. നോക്കാം. കംപ്ലീറ്റ് ആയോ അതോ അതിൻ്റെ ഓൾമോസ്റ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിൻ്റെ മിക്സിങ്, പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുക, എഡിറ്റിങ്ങും. അപ്പോൾ അതാണ് ഏറ്റവും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള കാര്യം. അത് നമ്മൾ ഉദ്ദേശിക്കാതെ നൂല് തുന്നി കിട്ടുന്നതിൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചിടത്ത് എത്തില്ല. അപ്പം എല്ലാം കൃത്യമായിട്ട് ട്വൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാം കണക്റ്റഡ് ആയിരിക്കും. എല്ലാം കണക്റ്റഡ് എന്നല്ല, എല്ലാം 10ഉം 10ആണ്. ബട്ട് സ്റ്റിൽ ഒരു നടുക്കൊരു കഥയുണ്ട് ഓരോന്നിനും അതിൻ്റെതായ. അപ്പോൾ അതൊക്കെ നമ്മൾ തീമായിട്ട് ഔട്ട്ഡോറായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു കഥ പറയുന്ന പോലെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പാട്ടിലേക്ക് പ്രേക്ഷകരെ ഒന്ന് നമുക്ക് പ്രോംപ്റ്റ് ചെയ്യണമല്ലോ, അവർ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചതിൻ്റെ. അപ്പോൾ അവർക്കത് കേൾക്കുമ്പോൾ കുറച്ചും കൂടെ ഫ്രൂട്ട്ഫുൾ ആകും. അപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു സ്റ്റുഡിയോ സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കലാകാരന്മാർ ജാം ചെയ്യുന്നൊരു പ്രോസസ്സാണ് 10 പാട്ടിനും. അതിൽ പ്രൊഡ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പോസ്റ്റ് ആയിട്ടുള്ളതുണ്ട്, ലൈവ് എടുത്ത സോഴ്സസ് ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ബ്ലെൻഡ് ഓഫ് എന്താ പറയുക, കുറേ ആർട്ടിസ്റ്റുകൾ ഫീച്ചേർഡായിട്ട് വന്നിട്ടുണ്ട്. എല്ലാ പ്രേക്ഷകരെല്ലാം ഇഷ്ടപ്പെടുന്ന കുറേ കലാകാരന്മാർ അതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു എന്താ ലൈഫ് ടൈം പ്രോജക്റ്റ്. മേ ബി ഇങ്ങനെ ഒരെണ്ണം ചെയ്യാൻ എനിക്കിനി എപ്പോൾ പറ്റുമെന്നറിയില്ല. ബട്ട് പ്രേക്ഷകർ ഒരു കോൺസ്റ്റൻറ്റ് സപ്പോർട്ട് തന്നാൽ ഐ വിൽ ഹാവ് ദ മോട്ടിവേഷൻ ടു ഡു ദ നെക്സ്റ്റ്. അപ്പോൾ നോക്കാം, ഇതെന്തായാലും നന്നായിട്ട് പോട്ടെ. 10 എന്തുകൊണ്ടാണ്? 10 പാട്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു 10. വേറെ പേര് തപ്പി പോകാൻ ശ്രമിച്ച് കുറേ പേരൊക്കെ നോക്കി. അപ്പോഴേക്കൊന്നും എനിക്കങ്ങോട്ടൊരു സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ തോന്നിയില്ല. ബട്ട് 10 ഇസ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ നമ്പർ. എൻ്റെ ഫേവറേറ്റ് സ്പോർട്സ്മാൻ മൊത്തം 10ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ ആയിക്കോട്ടെ, മെസ്സി ആയിക്കോട്ടെ, മാരഡോണ ആയിക്കോട്ടെ, പെലെ ആയിക്കോട്ടെ. പിന്നെ കുറേ 10നോട് പ്രത്യേക ഒരു ഇഷ്ടമാണ്. അപ്പോൾ എന്നാൽ ഇരിക്കട്ടെ, 10 എന്ന് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതേപോലെ ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇസ് ഇറ്റ് എ മെമ്മറി ആണോ അതോ എന്തെങ്കിലും ഒരു നമ്മുടെ എന്തെങ്കിലും ഓർമ്മയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഒരു ഫാമിലിയുടെ ഒരു അങ്ങനെ പലതും ഉണ്ട്. ട്രാവൽ വരാം. അതെ, ഇതിനകത്ത് എല്ലാ തരത്തിലും ഉള്ള 10 10 കഥകളാണ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ കണക്ക് ഒരു നമ്മുടെ ഏറ്റവും അടുത്ത ആൾക്കാരുടെ അനുഭവങ്ങളാവാം. അങ്ങനെ മിക്സ്ഡ് ഒരു സംഭവമാണ്. ബട്ട് വാട്ട് എവർ സ്ട്രക്ക് മീ ഹാർഡർ, അതാണ് എൻ്റെ മനസ്സിനെ തട്ടിയ കാര്യങ്ങളാണ് അതിലേക്ക് ഞാൻ എക്സ്പ്രസ് ചെയ്യാൻ നോക്കിയിട്ടുള്ളത്. അപ്പോൾ 10നും 10 കഥയാണ് പറയാനുള്ളത്. ഈ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ എനിക്ക് മനസ്സിലൊരു ഇതുണ്ടായിരുന്നു, ആറാം തമ്പുരാനിൽ മോഹൻലാൽ പറയുമല്ലോ, എനിക്ക് ഇനിയൊരു മുഖമുണ്ട്, അത് ഞാൻ വെളിയിലെടുക്കുന്നില്ല. അപ്പോൾ ആർക്കും അറിയാത്തൊരു ഫേസ് ഓഫ് യുവർ ലൈഫാണോ ആ 10 എന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. അത് ഞാൻ എവിടെ പ്ലേസ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഒന്നുമില്ല, നമ്മൾ എല്ലാവർക്കും ജീവിതത്തിൽ പല പല അനുഭവങ്ങളിൽ കൂടെ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകരോട്ട് ഷെയർ ചെയ്യുന്നു എന്ന് മാത്രം. അപ്പോൾ എനിക്ക് ഈ കാണുന്നൊക്കെ മുഖമൊക്കെ ഉള്ളൂ, വേറെ മുഖമൊന്നുമില്ല. പിന്നെ ഉറപ്പായിട്ടും നമ്മുടെ ഉള്ളിലെ ഒരു ഡ്രൈവ് ഉണ്ട്, ഒരു വാശി. ചെയ്യണം എന്ന് തീരുമാനിച്ചാൽ ഞാനത് ചെയ്തിരിക്കും എന്നുള്ളൊരു ഡിറ്റർമൈൻഡ് അപ്രോച്ചസ് ദർ. പല കാര്യങ്ങളും ഞാൻ മടിയനാണെങ്കിലും ഈ ഒരു കാര്യത്തിൽ എന്താ ഒരു പെർസീവറൻസ് എന്നൊക്കെ പറയുന്നത്, പേഷ്യൻ്റ് അപ്രോച്ച്. എനിക്ക് മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ കാര്യത്തിലും ഞാൻ അക്ഷമനാണ്, അത്യാവശ്യം ദേഷ്യമൊക്കെ ഉള്ള ആളാണ്. പക്ഷേ മ്യൂസിക് ഐ എം റെഡി ടു വെയിറ്റ്. എത്ര കാലം കാത്തിരുന്നാലും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്പുട്ടും ആർട്ടിസ്റ്റുകളും അവരുടെ ഡേറ്റുകളും ഒക്കെ വേണ്ടി ഞാൻ കാത്തിരിക്കാറുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കും, ഒരു പ്രശ്നമില്ല. അതൊക്കെ തീരുമ്പോൾ തീരട്ടെ എന്നുള്ളത്. സമയമാകുമ്പോൾ അതത്രേ ഉള്ളൂ, നടക്കും. അങ്ങനെ ഒരു